വന്നത്? കീറിയെടുത്തിട്ട് ഞാനൊരു കുഞ്ഞു പട്ടുപാവാട റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ ജനലൊക്കെ ഉള്ള ബ്ലൗസാണ് കേട്ടോ. ഇത് കണ്ടോ, ജനവാതിലൊക്കെ ഉള്ള ബ്ലൗസാണ്. മീന് നന്നാക്കുന്നു. വാഴയിലുണ്ട് പക്ഷെ സദ്യയില്ല. അതൊക്കെ ഇടും. സദ്യ വാങ്ങി തരാന്ന് പറഞ്ഞു പറ്റിച്ചു. ഇത് സദ്യ ഒന്നല്ല, അതെന്ത് സദ്യ? സാമ്പാറില്ല, പപ്പടം തിന്നണ കിട്ടിയ കാപ്പില്. Assalamualaikum, welcome back to Shamli Sam. Welcome back to Shamli Sam. എന്തിനാന്ന് വന്നത്? എന്ത് വീഡിയോ ആയിട്ടാ വന്നത് വെള്ളക്കുട്ടി? പറ. എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് ദിനാശംസകൾ രണ്ടും കൂടെ ഒരുമിച്ചാണ്. അപ്പോൾ ഇന്നൊരു ഓണാഘോഷ വീഡിയോ ഒന്നല്ല. ഞാൻ പെല്ലക്കുട്ടിക്ക് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ, ഓണത്തിനൊരു ഓണക്കോടിയൊക്കെ തയ്ച്ചിട്ട് അതിട്ടിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യുന്നു, എന്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഉണ്ടോ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇത്രയും ചെറിയ കുട്ടികൾക്ക് ഓണം ഡ്രസ്സ് കിട്ടുമെന്നൊന്നും അറിയില്ല. പിന്നെ ഒരൊറ്റ ദിവസത്തിന് വേണ്ടിയിട്ടല്ലേ, ചുമ്മാ ഒരുപാട് കാശ് കളഞ്ഞ് വാങ്ങിച്ച് പിന്നെ ഇടുകയില്ല. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും ബെറ്റർ ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കുന്നതാണ്. അപ്പോൾ ആലോചിച്ചപ്പോൾ തോന്നി, ഒരുപാട് യൂസ് ചെയ്യാത്തൊരു ചുരിദാറുണ്ട്, മുന്നേൻ്റെതാണ്, മുന്നേ അത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ സെറ്റ് സാരി ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ എല്ലാവരും മുന്നത്തെ ഓണത്തിന് ഇവിടെ സ്കൂളിൽ ഓണപരിപാടിക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എപ്പോഴൊന്നും എടുക്കുന്നില്ലല്ലോ, അത് ഒരുപാട് നീളമുള്ളതാണ്. അപ്പം അതിൻ്റെ അറ്റത്ത് നിന്ന് അവൾക്ക് വേണ്ടിയിട്ട്, കുഞ്ഞു കുട്ടിയല്ലേ, അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് മതിയാവുമല്ലോ. അപ്പം അതും കുറച്ച് കീറിയെടുത്തിട്ട് ഞാനൊരു കുഞ്ഞു പട്ടുപാവാട റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അതിന് മാച്ച് ചെയ്തിട്ട് ഒരു ബോയും സെറ്റാക്കിയിട്ടുണ്ട്. വെട്ടുകൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ കാണിച്ചു തരാം. ബ്ലൗസ് ബാക്കിൽ ജനലൊക്കെ ഉള്ള ബ്ലൗസാണ് കേട്ടോ. ഇത് കണ്ടോ, ജനവാതിലൊക്കെ ഉള്ള ബ്ലൗസാണ്. ഇതാണ് മിഡി, ഇത് കുഞ്ഞു മിഡി കേട്ടോ, കണ്ടില്ലേ? എന്താ അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് കണ്ടോ. പിന്നെ അതിനോട് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ബോയും ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ഇട്ട് കൊടുത്തിട്ട് ഫോട്ടോ എടുക്കാന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പൊ എന്നാ എന്തായാലും ഒരു വീഡിയോ ചെയ്യാമല്ലോ, ചെറിയ രീതിയിലെങ്കിലും. ഞങ്ങളിങ്ങനെ ഓണസദ്യ കഴിക്കാൻ പോകണം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ വരെ പറഞ്ഞിരുന്നു കഴിക്കാന്ന്. പിന്നെ പെട്ടെന്ന് ഇപ്പം മാർക്കറ്റിൽ പോയി, ഷെഫിയും സാമക്കും കൂടെ. അവിടുന്ന് ഫിഷൊക്കെ കണ്ടപ്പോൾ പിന്നെ ഫിഷ് വെച്ചിട്ട് എന്താ ഓണസദ്യ, ഫിഷും ചിക്കനൊക്കെ വെച്ചിട്ട്. അപ്പോൾ അവർ പറഞ്ഞു നല്ല ഫിഷ് കിട്ടിയിട്ടുണ്ട്, ഇനിയിപ്പോൾ പോകണ്ട, നമുക്ക് വീട്ടിൽ തന്നെ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ചോറും കൂട്ടാൻ ഉണ്ടാക്കിക്കോ, ഞങ്ങൾ മീനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടെ ഷെഫി മുന്നൊക്കെ ഉണ്ട്, ഉമ്മ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്കുള്ളതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് ഇതുവരെ സദ്യ കഴിക്കാന്നുള്ള ഒരു പ്ലാനിങ്ങിൽ ഇരിക്കുകയായിരുന്നു പോയിട്ട്. പെട്ടെന്ന് വെച്ചിട്ട് അവർ പറഞ്ഞപ്പോൾ എനിക്ക് പറ്റുന്നതായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ വന്നിട്ട് വേണം ഫിഷ് ഫ്രൈ ചെയ്യാനൊക്കെ. അതാണ് നമ്മുടെ, അല്ലാതെ സദ്യ ഒന്നും അല്ല കേട്ടോ. വാ അയ്യ ബേബിക്ക് എന്ത് നല്ല കുട്ടിയായിട്ടായിരിക്കണത് നോക്കിയേ. ഈ വെള്ളക്കുട്ടി എന്ത് ചീച്ചു കുട്ടിയായിട്ടായിരിക്കണേ. അത് മാത്രല്ല കേട്ടോ, ഷോണപ്പനിക്ക് വേണ്ടിയിട്ട് മുന്നേ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു ജുബ്ബ. നല്ല ഭംഗിയുണ്ട്. അവളെ ചുരിദാർ വെച്ചിട്ട് തന്നെ അവളും തുന്നിയെടുത്തതാണ്, രണ്ടുപേരും കൈകൊണ്ട് തുന്നിയെടുത്തതാണ് കേട്ടോ. അപ്പൊ ആ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാണ്ട്. ഫെല്ല ബേബിക്ക് കുറച്ച് സംഭവങ്ങൾ കൊളാബ് വന്നിട്ടുണ്ട് കേട്ടോ. അസീമ അയച്ചതാണ് കുറച്ച് ഗിഫ്റ്റുകൾ. ബോയാണ്. ആദ്യം തന്നെ അവളെ കയ്യിൽ ഇപ്പൊ ഇത് ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടില്ലേ, മര്യാദക്ക് ഇരിക്കാൻ വേണ്ടി ഞാൻ എടുത്തു കൊടുത്തതാണ്. ഒരു ബ്ലൂ ബോ, നല്ല ഭംഗിയിലേ കാണാന്. ഇതാ ഫെല്ലക്കുട്ടിക്ക് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. അവള് തന്നെ അവിടെ അൺബോക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. നോക്കട്ടെ. അയ്യോ സുന്ദരിയായല്ലോ, സുന്ദരിയായല്ലോ. അതൊന്നും വയലൊക്കെ ഇരുത്. ചീച്ചിയാണ്. അസീമ അയച്ചിട്ടുള്ളത് ബെല്ലാക്യൂൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. പിന്നെ എന്നോട് പറഞ്ഞിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ഫെല്ല ബേബിന്റെ പേരൊക്കെ വെച്ചിട്ടൊരു സംഭവം കൂടെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അതന്നെ ബോ തന്നെയാണ്, ഇതാ കണ്ടില്ലേ, ഇത് വൈറ്റ്, അതിൽ ഗോൾഡൻ കളറിൽ ഫെല്ല എന്നൊക്കെ എഴുതിയിട്ട്. ഫെല്ലാണ് അത്ര, ഫെല്ല. അയ്യോ സൂപ്പർ ബോ, നല്ല ഭംഗിയുണ്ട്.
വൈറ്റ് പിന്നെ എനിക്ക് എപ്പോഴും ഫേവറേറ്റ്, വൈറ്റ് ആൻഡ് യെല്ലോ ഞാൻ എപ്പോഴും പറയാറുണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞതാട്ടോ, എന്നോട് പറഞ്ഞൊന്ന് സെലക്ട് ചെയ്യാൻ, ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇത് ഞാൻ സെലക്ട് ചെയ്തതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി യെല്ലോ. അവിടെ നിൽക്കടോ, ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ, എത്രക്ക് ധൃതിയായാലോ. അതാ അയ്യവാ സൂപ്പർ സൂപ്പർ സൂപ്പർ. ഈ ബേബിക്ക് ഇട്ട് കൊടുക്കുക, നമുക്ക് ബേബിക്ക് വേറെ ഇട്ട് കൊടുക്കാം അല്ലേ. അതാ നല്ല ഭംഗിയുണ്ട്. ഇതാ ഹായ് ഫ്ലവർ ഒക്കെ വെച്ചിട്ടുള്ള, ഇങ്ങനത്തെ ഇതുവരെ ഫെല്ല ബേബി ഇട്ടിട്ടില്ല കേട്ടോ, ഫ്ലവർ വെച്ചിട്ടുള്ളതാണ്, നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഫെല്ല ബേബിക്ക് തന്നെ ആദ്യം ഇട്ട് കൊടുത്തോ, എന്നിട്ട് ബേബിക്ക് ഇട്ട് കൊടുക്കാം. ഈ നല്ല രസമുണ്ടല്ലേ, എനിക്കിഷ്ടമായിട്ട്. ഈ വായിൽ കൊണ്ടുപോയിരുത്. അതാ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ, റെഡിൽ വൈറ്റ് ഡോട്ടൊക്കെ ആയിട്ടുള്ള. ഇതാ സൂപ്പറല്ലേ, അവള് പോയി, ഇനി ഏതായാലും ഇവളെ പിടിക്കാം. അപ്പോൾ ദാ ഇത്രയും 5 ബോയാണ് അയച്ചിട്ടുള്ളത് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ സീമ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അയച്ചിട്ടുള്ള ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ബെല്ലാക്യൂൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ്. ഒരുപാട് പ്രോഡക്ട്സ് അതിലുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. പിന്നെ UAE-ലല്ല, നാട്ടിലാണുള്ളത്. അപ്പോൾ അവരെന്തായാലും സപ്പോർട്ട് ചെയ്യുക. ആ മോള് സ്റ്റാർട്ടിങ് ആണ്, അപ്പോൾ മോളെന്തായാലും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ. പിന്നെന്താ, അത്രയൊക്കെ തന്നെ. ഇനി ബാക്കി വിശേഷങ്ങൾ എന്തായാലും വഴിയെ കാണാം. എന്തായാലും താങ്ക് യു സോ മച്ച്. ബാക്കി വിശേഷങ്ങൾ കാണിക്കാം, അവരിപ്പോൾ വരും. അപ്പോഴേക്കും ഞങ്ങൾ ബാക്കിയുള്ള ഫുഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ ഓക്കെ. മീന് നന്നാക്കുന്നു, ഞാൻ കുട്ടിനെയും പിടിച്ച് നടക്കുന്നു. അപ്പോഴൊരു മീൻ നന്നാക്കും, ആൾക്കാർ വിചാരിക്കും എന്നും ഭർത്താവിനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അതിലും നല്ലത് മീൻ നന്നാക്കുന്നതല്ലേ. അതാ കൊറിയല്ല, അതാ കണ്ണെഴുതിയതൊക്കെ കൈ കൊണ്ട് വായിച്ചിരുന്നു. ഇവിടെ നമുക്ക് ഗസ്റ്റ് ഉണ്ട്. ഓടി അങ്ങോട്ട് തന്നെ വീഡിയോ എടുക്കണെന്ന് പറഞ്ഞങ്ങാണ്ട് ഇതുണ്ട് വരുന്നൊക്കെ. വാഴയിലുണ്ട്, പക്ഷെ സദ്യ ഇല്ല. പഴം നോക്കട്ടെ. സദ്യ, ഞങ്ങള് സദ്യയൊക്കെ കഴിക്കാൻ കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പറ്റിച്ചു. എന്നിട്ട് ലാസ്റ്റ് ആവൂലി അല്ലേ, ആവൂലി അതാ മുറി നന്നാക്കുന്നുണ്ട്. ഇതാരാ പോ, എവിടെ ജുബ്ബ എവിടെ കൊണ്ടുവന്നിക്കണോ? ഷോണപ്പോ എവിടെ, ഓണത്തിന്റെ ജുബ്ബ എവിടെ? ആൾക്ക് ഓൾറെഡി ഉണ്ടാക്കി വെച്ചതായിരുന്നു. ഇന്നലെ ഷെഫി വന്നപ്പോ അതേപോലെ ഷെഫി ഇങ്ങോട്ട് വന്ന് കേറിയപ്പോ ഇങ്ങനെ കറിയല്ലാവൂ. മതി, ധാരാളം. അതൊക്കെ ഇടും. മസാല ഒക്കെ അത് റെഡി ആക്കിക്കണ, വേണമെങ്കിൽ മസാല തേച്ച് പറ്റൂ. അടിക്കണോക്ക് വെല്ലക്കുട്ടി, നോ കാക്കൂനെ കാട്ടരുത്. വെല്ലക്കുട്ടി എന്റെ ആര് കാട്ടിയത്? തരൂല, നുണപ്പിക്കുള്ളൂ. അതാ ഓണം ഒപ്പം പോയിരിക്കണോക്കാണ്. അമ്മമ്മക്ക് ഒരു ഐഫൈ അല്ല ഐഫൈ.
ഓഫ് ചെയ്തതല്ല. കൊടുക്കൽ വാങ്ങൽ ഇവിടെ അടുത്തുണ്ട്. എന്താണ് സംസാരിച്ചോണ്ടിരുന്നത്? പറ. എന്തേ സദ്യ വാങ്ങി തരാന്ന് പറഞ്ഞു പറ്റിച്ചു. സദ്യ ഇത് സദ്യ ഒന്നല്ല, അതെന്ത് സദ്യ? അവിടുത്തെ സദ്യയിൽ മീൻ പൊരിച്ചൊന്നും ഉണ്ടാവില്ല. ഞങ്ങളോട് പുറത്തു പോയി സദ്യ കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിച്ചു. ഷോപ്പിനാ പോവാ. ആരപ്പത്? സാമ്പാർ ഇല്ല, രസം മാത്രമേ ഉള്ളൂ. ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഇത് വെള്ളക്കുട്ടിതാ, ചൂണപ്പുതാ. അല്ല, നല്ലൊരു ഓണായിട്ട് എന്തെങ്കിലും കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിക്കോ. പുടിച്ചൂടി പൊട്ടത്തെ അത് പപ്പടം നിന്ന കിട്ടിയപ്പലി. ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. അത് കണ്ടപ്പോഴേ തോന്നി. ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലേ? രണ്ട് പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ? പിന്നെ അതിനുശേഷം ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഡ്രസ്സ് ഇങ്ങനെ സെറ്റാക്കിയത്. വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ വലിയ സംഭവമൊന്നും ആയിട്ടില്ല കേട്ടോ. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും ഓൾ, ബൈ.